ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ മോളെ സ്കൂളിൽ പോകാൻ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ മോൾക്ക് പോകാനുള്ള ബസ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പം മോള് പോയതിന് ശേഷം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയാണ്. അപ്പം നമുക്ക് പുട്ടും പിന്നെ ബീഫ് കറിയാണ്. അതൊക്കെ കഴിച്ചതിന് ശേഷം ചോറിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴുകി കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ റെഡിയാക്കുന്നില്ല. ചോറൊക്കെ റെഡിയായതിന് ശേഷമാണ് ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് മീനായിട്ട് ഈ ഒരു മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ പൊരിക്കാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് മസാലയൊക്കെ തേക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മീനൊക്കെ ഇതിലേക്കിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ മീൻകറി അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അത് തിളച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ മെഴുക്ക് വരട്ടി തയ്യാറാക്കാനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ചട്ടി ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ മീനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഓയിലൊക്കെ ചൂടാക്കിയിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന മീനെ ഓരോന്നായിട്ട് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മീൻ റെഡിയാകുന്ന സമയത്ത് നേരത്തെ വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നേരത്തെ പൊരിക്കാനായിട്ട് വെച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ തിരിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ മീൻകറിയും നന്നായിട്ട് തിളച്ച് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ മാറ്റി വെച്ചിരുന്ന കപ്പയും കൂടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതിനുശേഷം കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് സോപ്പിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയൊക്കെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ തറയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിയും. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഫുള്ള് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ എടുക്കണം. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുക്കും. പിന്നെ മോനെയും കൂടെ കുളിപ്പിച്ചൊക്കെ ഉറക്കണം. അവൻ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഓറിയോ എടുത്തിട്ട് ഓറിയോ മിൽക്ക് ഷേക്ക് റെഡിയാക്കിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളൊരു ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിനായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാണ്. ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. പിന്നെ അതെല്ലാം ബില്ല് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.